ദ മാജിക് നോവലിലേക്ക് സ്വാഗതം. ആസുരം പാർട്ട് 4. രക്ഷിക്കണേ, നമ്മൾ തമ്മിൽ യാതൊരു വിരോധവും ഇല്ല. എന്നെ കൊല്ലല്ലേ. നാട്ടിൽ പോയിട്ടുള്ള എൻ്റെ ഭാര്യയും കുഞ്ഞു മോനും നാളെ എത്തും. മോൻ്റെ കവിളിൽ ഉമ്മ വെച്ച് മതിയായിട്ടില്ല എനിക്ക്. ജോനാഥൻ വാവിട്ട് കരഞ്ഞു. റിച്ചാർഡ് പുഞ്ചിരിച്ചു. എവിടെ പോയാലും സെന്റിമെന്റ് സീൻ. എല്ലാം നേരിട്ട് പറയുന്നത് കക്ഷികൾ മനസമാധാനത്തോടെ ചത്തോട്ടെ എന്ന് കരുതിയാണ്. റിച്ചാർഡിന്റെ മഹാമനസ്കത ആരും മനസ്സിലാക്കുന്നില്ല. 2 മിനിറ്റ് സമയം തരാം. പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിക്കാം. വെക്കാബുലറിയിലുള്ള മുഴുവൻ തെറിയും വിളിച്ച് വിക്ടറെ ശപിക്കാം. ഭാര്യയും മോനെയും ഓർത്ത് 2 മിനിറ്റ്. റിച്ചാർഡ് റിവോൾവർ ജോനാഥന്റെ നെഞ്ചിന് നേരെ നീട്ടിപ്പിടിച്ചു. പിന്നെ വാച്ചിൽ നോക്കി. ജോനാഥൻ അനങ്ങിയില്ല. ഭയം കൊണ്ട് അയാളുടെ കണ്ണുകൾ ഉരുണ്ടു വന്നു. അയാൾ കസേരയിൽ അള്ളിപ്പിടിച്ചു. റിച്ചാർഡ് പുഞ്ചിരിച്ചു. 1 മിനിറ്റ്. ജോനാഥൻ കിതച്ചു. റിച്ചാർഡിന്റെ കണ്ണുകൾ തിളങ്ങി. നിമിഷങ്ങൾ. ജോനാഥൻ കണ്ണുകൾ അടച്ചു. റിച്ചാർഡിന്റെ ശബ്ദം ഒരിടി മുഴക്കമായി അയാളുടെ ചെവിയിൽ വന്ന് അലച്ചു. 1 സെക്കൻഡ്. ഹോട്ടൽ സീ പേളിന്റെ മുന്നിൽ ഒരു ബുള്ളറ്റ് വന്നു നിന്നു. അതിൽ നിന്ന് റിച്ചാർഡ് ഇറങ്ങി. ആകാശം മുട്ടി നിൽക്കുന്ന കൂറ്റൻ കെട്ടിടത്തിലേക്ക് നോക്കി റിച്ചാർഡ് മന്ത്രിച്ചു. ഗ്രേറ്റ്. അയാൾ ഗ്ലാസ് ഡോർ തള്ളി തുറന്ന് അകത്ത് കടന്നു. വാതിക്കൽ നിന്ന ഗൂർഖ തല കുനിച്ച് അയാളെ അഭിവാദ്യം ചെയ്തു. റിച്ചാർഡ് റിസപ്ഷൻ കൗണ്ടറിലേക്ക് നടന്നു. കൗണ്ടറിൽ 3 പേരുണ്ടായിരുന്നു. റിച്ചാർഡ് അവരെ മാറി മാറി നോക്കി. മിസ്റ്റർ വില്യംസ്? യാ, വാട്ട് യു വാണ്ട്? റിച്ചാർഡ് ചിരിച്ചു. ഒന്ന് പുറത്തേക്ക് വാ. ഇവിടെയുള്ള ഫയലുകളൊക്കെ ഇനിയും ഉപയോഗിക്കേണ്ടതല്ലേ. ചോരക്കറ അത്ര വേഗമൊന്നും മാഞ്ഞു പോവില്ല. വാട്ട്? റിച്ചാർഡ് മുന്നോട്ട് കുനിഞ്ഞു മൃദുവായി ചോദിച്ചു. നീ ചത്ത് കിട്ടാൻ വിക്ടർ മുതലാളി എന്തിനാഗ്രഹിക്കുന്നത്? 1 നിമിഷം. വില്യംസ് കുതിച്ചോടി. ബഹളം കേട്ട് ആരൊക്കെയോ പുറത്തു വന്നു. റിച്ചാർഡ് അവരെ നോക്കി ഉറക്കെ അലറി. ഡോണ്ട് മൂവ്. ഐ വിൽ ഷൂട്ട്. ഐ ആം റിച്ചാർഡ് ദി ഗ്രേറ്റ്. ഗോ ടു യുവർ റൂം ആൻഡ് ലീവ് മീ അലോൺ. റിച്ചാർഡ്. ആ പേര് കേട്ടതോടെ എല്ലാവരും ഉള്ളിലേക്ക് വലിഞ്ഞു. കോറിഡോറിൽ റിച്ചാർഡും വില്യംസും മാത്രമായി. വില്യംസ് ചുവരിൽ ചാരി നിന്ന് ദയനീയമായി കേണു. നോ റിച്ചാർഡ്. റിച്ചാർഡ് മുന്നോട്ടടി വെച്ചു. ഐ ആം സോറി മാൻ. ക്ലോസ് യുവർ ഐസ് ആൻഡ് ഗെറ്റ് റെഡി. വിക്ടർ അത് ആഗ്രഹിച്ചു പോയി. റിച്ചാർഡിനെ വാടകയ്ക്ക് എടുത്തുപോയി. റിവോൾവർ വില്യംസിന്റെ വലത് ചെവിയിലേക്ക് നീട്ടി. റിച്ചാർഡ് പുഞ്ചിരിച്ചു. അയാളുടെ വിരലുകൾ ട്രിഗറിലേക്ക് നീങ്ങി. വീടിയിൽ നല്ല തിരക്കായിരുന്നു. 4-5 തീവണ്ടികൾ പ്ലാറ്റ്ഫോമിൽ കിതച്ചുകൊണ്ട് നിൽപ്പുണ്ട്. ഉച്ച ഭാഷണിയിലൂടെ ഇംഗ്ലീഷിലും ഹിന്ദിയിലുമുള്ള അറിയിപ്പുകൾ തുടരുന്നു. ടിവിയിൽ പരസ്യം തകർക്കുന്നു. തലങ്ങും വിലങ്ങുമായി മുട്ടി ഉരുമി നിൽക്കുന്ന യാത്രക്കാർ. ആർക്കും ആരെയും ശ്രദ്ധിക്കാൻ സമയമില്ല. ഈ ജനമെല്ലാം എങ്ങോട്ട് പോകുന്നു? ക്ലെമന്റ് അത്ഭുതപ്പെട്ടു. 6:10 വണ്ടി. റിസർവേഷൻ ആയതുകൊണ്ട് പേടിക്കാനില്ല. ഇവിടെ നിന്നാണ് ട്രെയിൻ പുറപ്പെടുന്നത്. എങ്കിലും ബർത്ത് കൺഫേം ചെയ്യുന്നതാണ് നല്ലത്. അയാൾ ടിവിയിൽ ശ്രദ്ധിച്ചു. ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 5 കോണിപ്പടി കയറി മുകളിലെത്തണം. ബ്രിഡ്ജ് കടന്നാൽ പ്ലാറ്റ്ഫോമായി. അയാൾ മുറുകി നടന്നു. വളരെ ബുദ്ധിമുട്ടിയാണ് അവധി കിട്ടിയത്. എറണാകുളത്തെത്തിയാൽ ആദ്യം വിക്ടറെ കാണണം. കുറച്ച് കാശിന്റെ അത്യാവശ്യമുണ്ട്. പഴയ ബന്ധങ്ങൾ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് തരാതിരിക്കാനാവില്ല. പോരാത്തതിന് DYSP രാമദാസിന്റെ ശവം ചുവന്ന കൈകളാണല്ലോ തന്റേത്. ക്ലെമന്റ് പുഞ്ചിരിച്ചു. പടികൾ കയറി മുകളിലെത്തി. മുന്നോട്ട് കുതിച്ച ക്ലെമന്റിന്റെ തോളിൽ ഒരു കൈ സ്പർശിച്ചു. അയാൾ തിരിഞ്ഞു നോക്കി. റിച്ചാർഡ് ചിരിച്ചു. മിസ്റ്റർ ക്ലെമന്റ് അല്ലേ? അതെ. നിങ്ങൾ? ഞാൻ ആരാണെന്ന് പറഞ്ഞിട്ട് യാതൊരു പ്രയോജനമില്ല. എന്നെ നിങ്ങൾ അറിയില്ല. എനിക്കല്പം തിരക്കുണ്ട്. 6:10 വണ്ടി. വന്നിട്ട് കാണാം. ഞാൻ എറണാകുളത്തേക്ക് പോവുകയാണ്. റിച്ചാർഡ് പൊട്ടിച്ചിരിച്ചു. എന്നാര് പറഞ്ഞു? നിങ്ങൾ പോകുന്നത് എറണാകുളത്തേക്കല്ല, മറ്റൊരിടത്തേക്കാണ്. ക്ലെമന്റ് പൊട്ടിത്തെറിച്ചു. അത് തീരുമാനിക്കേണ്ടത് നിങ്ങളല്ല. ഐ ആം സോറി മിസ്റ്റർ ക്ലെമന്റ്. ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു. റിച്ചാർഡ് റിവോൾവർ പുറത്തെടുത്തു. ഗുഡ് ബൈ മിസ്റ്റർ ക്ലെമന്റ്. ട്രെയിൻ കൃത്യസമയത്ത് തന്നെ പുറപ്പെട്ടു. പക്ഷേ അതിൽ ക്ലെമന്റ് ഇല്ലായിരുന്നു. റിച്ചാർഡ് കോട്ടിന്റെ ഇന്നർ പോക്കറ്റിൽ നിന്ന് ചെറിയൊരു ഡയറി പുറത്തെടുത്തു. ചുവന്ന മഷി കൊണ്ട് അതിലെ പേരുകൾ ഓരോന്നായി വെട്ടി. ജോനാഥൻ, ക്ലെമന്റ്, വില്യംസ്. ഇനി ബാക്കിയുള്ളത് ഗീതു, രാക്കമ്മയുടെ മകൾ. ഗീതു ഡേവിഡ്. സുന്ദരിക്കുട്ടിയെ കാണാൻ പോകുമ്പോൾ കറുത്ത കുപ്പായം വേണ്ട. നല്ലൊരു സ്റ്റൈലൻ ടീഷർട്ട് തന്നെ ആവാം. കൊല്ലുന്നതിന് മുമ്പ് 1 മണിക്കൂർ പ്രേമിക്കണമല്ലോ. റിച്ചാർഡ് പുഞ്ചിരിച്ചു. എങ്ങനെയാണ് അവളെ കൊല്ലേണ്ടത്? തോക്കും കത്തിയും ശരിയാവില്ല. കുറേശ്ശെയായി ആ കഴുത്തിൽ അമർത്തി പിടിച്ച്
ഫോട്ടോ കിട്ടി. സംഘടിപ്പിക്കാൻ കുറെ പാടുപെടേണ്ടി വന്നു. കാര്യമായി 4 എണ്ണം കൊടുത്തപ്പോൾ സർദാറിണി എല്ലാം തുറന്നു പറഞ്ഞു. രാക്കമ്മയുടെ മകളുടെ ജീവചരിത്രം തന്നു, ഫോട്ടോ തന്നു. ശരീരം നിറയെ പാടുകളുള്ള ഒരൊറ്റ കണ്ണ് അവള് വിലയ്ക്ക് വാങ്ങിയത്രേ 2 ദിവസം മുമ്പ്. അയാളുടെ പേര് ഡേവിഡ്. ആരാവോ അയാൾ? റിച്ചാർഡ് അത്ഭുതത്തോടെ ഓർത്തു. നിർബന്ധിച്ച് ചോദിച്ചിട്ടും തള്ള അഡ്രസ് തന്നില്ല. അഡ്രസ് ആർക്കും കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടത്രേ. മുടിക്കുത്തിൽ ചുറ്റി പിടിച്ച് ചുവരിൽ ആഞ്ഞടിച്ചപ്പോൾ തള്ളയുടെ വായിൽ നിന്ന് ചോര ഒഴുകി. കൂടെ ഗീതു ഡേവിഡിന്റെ അഡ്രസ്സും. റിച്ചാർഡ് ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ചു. പിന്നെ ഫോട്ടോയിലേക്ക് നോക്കി. ഉഗ്രൻ, ആരും വീണുപോകും. ഒറ്റ കണ്ണുകൊണ്ട് നോക്കിയപ്പോൾ ഇവളുടെ പാതി സൗന്ദര്യമേ ഡേവിഡ് കണ്ടിട്ടുണ്ടാവും. പക്ഷേ അത്ഭുതം അതല്ല. എന്തിനാണ് അയാൾ ഗീതുവിന് വിലയ്ക്ക് വാങ്ങിയത്? ഈ കണ്ണുകൾ മാത്രം മതിയല്ലോ ആരെയും ഒരു നിമിഷം ഒന്ന് ചലിപ്പിക്കാൻ. ലേശം വിടർന്ന ചുണ്ടുകൾക്കിടയിൽ നിന്ന് ആരെയും വെട്ടിലാക്കുന്ന വശ്യമായൊരു ചെറുചിരി. മോണോലിസയുടെ ചിരി. സുന്ദരിമാരെ കൊല്ലുന്നത് പാപമാണ്. അതിനോട് മാത്രമേ തനിക്ക് എതിർപ്പുള്ളൂ. റിച്ചാർഡിന് സെന്റിമെന്റ്സോ? അയാൾക്ക് ചിരി വന്നു. സമയമായല്ലോ. അയാൾ എഴുന്നേറ്റ് മേശ വലിപ്പ് തുറന്ന് പെർഫ്യൂം എടുത്ത് സ്പ്രേ ചെയ്തു. പിന്നെ വായ തുറന്ന് ഉള്ളിലേക്ക് അല്പം സ്പ്രേ ചെയ്തു. ഗീതുവിന് കൊടുക്കാനുള്ള ചുംബനത്തിന് ഒരു വിദേശ സുഗന്ധത്തിന്റെ മണമുണ്ടായിക്കോട്ടെ. റിച്ചാർഡ് തോക്ക് മേശ വലിപ്പിലേക്കിട്ടു. പിന്നെ സ്കിൻ കളറിലുള്ള ഗ്ലൗസ് എടുത്ത് കയ്യിലിട്ടു. റിച്ചാർഡിന്റെ ഫിംഗർ പ്രിന്റ് ഒരു പോലീസ് സ്റ്റേഷനിലും ഉണ്ടാവില്ല. എന്നാലും ഒരു പരീക്ഷണം വേണ്ട. ഗീതുവിനും വേദനിക്കരുതല്ലോ. അയാൾ പുറത്തു കടന്നു. ഗീതു ഫ്ളാറ്റും പൂട്ടി പുറത്തിറങ്ങി. രക്ഷപ്പെടണം. ആരോ തന്റെ പുറകിലുണ്ടല്ലോ. ഡേവിഡ് പറഞ്ഞതാണ്. അമ്മയെ കൊന്നവർക്ക് തന്റെ ജീവനും വേണമത്രേ. ഇരുട്ടിൽ നിന്ന് 2 കണ്ണുകൾ തന്നെ തുറിച്ചു നോക്കുന്നുണ്ടോ? ഒരു ടാക്സി വേണം. ഇവിടെ നിന്ന് കയറിക്കൂടാ. അത് അപകടമാണ്. കൊലയാളികൾക്ക് ചാന്ദിനി കൗർ തന്റെ അഡ്രസ്സ് കൊടുത്തിരിക്കുമോ? ഡേവിഡ് അന്നേ പറഞ്ഞിരുന്നു അഡ്രസ് കൊടുക്കരുതെന്ന്. പക്ഷേ അവർ തനിക്കൊരു അമ്മ തന്നെ ആയിരുന്നല്ലോ. തന്നെ അവരുടെ കൈകളിൽ ഏൽപ്പിച്ചിട്ടാണല്ലോ അമ്മ പോയത്. ആ കണ്ണീരിന് മുമ്പിൽ എല്ലാം മറന്നുപോയി. ഇതിനകം കൊലയാളി തന്റെ അഡ്രസ് അവിടെ നിന്നും കണ്ടെത്തി കഴിഞ്ഞിരിക്കും. ചാന്ദിനി കൗർ ബാക്കി ഉണ്ടാകുമോ? ആരാണ് താൻ മരിച്ചു കാണാൻ ആഗ്രഹിക്കുന്നത്? അമ്മയെ കൊന്നവർ തന്നെയും വകവരുത്തുമെന്നാണ് ഡേവിഡ് പറഞ്ഞത്. ഏതോ തെളിവുകൾ നശിപ്പിക്കാനാണത്രേ. ഡേവിഡിനെയും ആരോ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അദ്ദേഹവും ജീവൻ രക്ഷിക്കാനുള്ള ബദ്ധപ്പാടിലാണ്. അമ്മ ഒരിക്കൽ എറണാകുളത്ത് പോയിരുന്നെന്ന് ഡേവിഡ് പറഞ്ഞു. അവിടെ എന്തെങ്കിലും സംഭവിച്ചുവോ? അവൾ നടത്തത്തിന് വേഗത കൂട്ടി. ദാദർ വരെ ടാക്സിയിൽ പോകാം. അവിടെ നിന്ന് ഇലക്ട്രിക് ട്രെയിൻ കിട്ടും. 4ാമത്തെ സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത്. പിന്നെ റോഡ് വിട്ടാൽ 2ആയി പിരിയുന്ന ഇടവഴിയാണ്. ഇടതുവശത്തേക്കാണ് തിരിയേണ്ടത്. 4ാമത്തെ പോസ്റ്റിനടുത്തുള്ള പോസ്റ്റ് ഓഫീസ്. അതിനു പിറകിലുള്ള കൊച്ചു വീട്ടിൽ ഡേവിഡ് കാത്തിരിക്കുന്നു. അവൾ റോഡ് മുറിച്ച് കടന്നു. റോഡിന് ഓരം പറ്റി നിന്നു. 4-5 ടാക്സികൾ കടന്നുപോയി. 6ാമത്തെ ടാക്സിക്ക് അവൾ കൈ കാണിച്ചു. ടാക്സി നിന്നു. 6 തന്റെ ഭാഗ്യ നമ്പർ. ഇനി അങ്ങോട്ട് ഭാഗ്യം മാത്രമാണ് തന്നെ തുണയ്ക്കേണ്ടത്. അവൾ വീണ്ടും ഒരിക്കൽ കൂടി ചുറ്റും കണ്ണോടിച്ചു. പിന്നെ കാറിനുള്ളിലേക്കും. സംശയിക്കത്തക്കതായി ഒന്നുമില്ല. അവൾ ഡോർ തുറന്ന് പിൻ സീറ്റിൽ കയറി. ചലോ. കാർ നീങ്ങി. ആരാണ് ഈ ഡേവിഡ്? എറണാകുളത്താണെന്ന് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് അയാൾ ഇവിടെ ഒളിച്ചു താമസിക്കുന്നത്? ചോദിച്ചാൽ ഒന്നും പറയില്ല. ഒരു കവർ തന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്നു. ഒരാഴ്ച മുമ്പ് അത് തിരിച്ചു വാങ്ങിക്കൊണ്ടുപോയി. എന്നാണ് അയാളെ ആദ്യമായി കണ്ടത്? ചുവന്ന പട്ടുടുത്ത കാമാത്തിപുരം. പെണ്ണുങ്ങൾക്ക് വിലയുള്ള കാമാത്തിപുരം. അവിടെയുള്ളൊരു വീട്ടിലെ ഇരുണ്ട മൂലയിൽ അമ്മ തന്നെ പെറ്റിട്ടു. അമ്മയ്ക്ക് അന്ന് നല്ല തിരക്കായിരുന്നു. തന്നെ ശ്രദ്ധിക്കാൻ സമയം കിട്ടിയിരുന്നില്ല. ചാന്ദിനി കൗർ തന്റെ അമ്മയായി. അവർ തന്നെ വളർത്തിയെടുത്തു. തക്കാളി കവിളുള്ള മദ്രാസി പെണ്ണാക്കി മാറ്റിയെടുത്തു. ഒരു നാൾ അമ്മയെ തേടി ഒരാളെത്തി. നല്ല വില കിട്ടിയപ്പോൾ ചാന്ദിനി കൗർ അമ്മയുടെ മുറി കാണിച്ചു കൊടുത്തു. മുറിയിൽ നിന്നും തുടരെയുള്ള വെടിശബ്ദം കേട്ട് കൂടെ അമ്മയുടെ ആർത്തനാദവും. വാതിൽ തള്ളി തുറന്നപ്പോൾ മുറിയിൽ ചോരയിൽ കുതിർന്നു പിടയ്ക്കുന്ന അമ്മ. അയാൾ പുഞ്ചിരിക്കുകയായിരുന്നു. അയാളുടെ നേരെ വിരൽ ചൂണ്ടി ചാന്ദിനി കൗർ അലറി, സാല കുത്തേക്ക് ബച്ച. അയാൾ പുറത്തു കടന്നു. അമ്മ പിടയുകയായിരുന്നു. തന്റെ നേരെ നോക്കി അമ്മ എന്തോ പറയാൻ ഭാവിച്ചു. വി അത്രേ കേട്ടുള്ളൂ. ഡേവിഡാണ് ആ പേര് പറഞ്ഞു തന്നത്. വിക്ടർ ലീനസ്. തനിക്ക് 15 വയസ്സ് തികഞ്ഞ അന്ന് ഒരു മാർവാടി മുറിയിലേക്ക് വന്നു. അന്ന് കാമാത്തിപുരത്തിന് ഒരു പെണ്ണിനെ കൂടി കിട്ടി. ആ മാർവാടി എല്ലാം പിടിച്ചു വാങ്ങി. അയാളുടെ നക്ഷതങ്ങൾ ഏറ്റുവാങ്ങി
മനസ്സിൽ നിറയെ ചോരപ്പാടുകളുമായി നിൽക്കുമ്പോഴാണ് ഇന്നത്തെ ഈ ഗീതു എന്ന പെണ്ണ് ജനിച്ചത്. ഒരിക്കൽ ഒരാൾ വന്നു. 50 വയസ്സുള്ള ഒരു ഒറ്റക്കണ്ണൻ. ഒറ്റ നോട്ടത്തിൽ വെറുപ്പാണ് തോന്നിയത്. അയാൾ തന്നെ വിലയ്ക്ക് വാങ്ങി. ആ രാത്രി ഒരച്ഛന്റെ സ്നേഹം അയാൾ തനിക്ക് തന്നു. തന്നെ സുകന്യ എന്ന് വിളിച്ചു. ആരാണാവോ ഈ സുകന്യ? മകളാണോ? എത്ര എത്ര രാത്രികൾ താൻ അയാളെ സ്നേഹിച്ചു പോയി. ഒരു മകളുടെ സ്നേഹം മുഴുവൻ അയാൾക്ക് നൽകി. ഒരു രാത്രി വല്ലാതെ കിതച്ചുകൊണ്ടാണ് അയാൾ വന്നത്. ഷർട്ടിൽ നിറയെ ചോരപ്പാടുകൾ. അയാൾ കിതച്ചു. ഇവിടെയും രക്ഷയില്ല കുട്ടി. അയാൾ എന്നെ തിരിച്ചറിഞ്ഞു. ആ ജോനാഥൻ. ഈ കവർ നീ സൂക്ഷിച്ചു വെക്കണം. വിലപ്പെട്ട രേഖകളാണ് ഇതിനുള്ളിൽ. അയാൾ ഷർട്ട് ഒരു ഹാങ്കറിലിട്ടു. നെഞ്ചിൽ നിന്നും അപ്പോഴും ചോര ഒഴുകുന്നുണ്ടായിരുന്നു. സാരി കൊണ്ടത് തുടച്ചു മാറ്റി. ഈ രാത്രി ജോനാഥൻ നഗരം മുഴുവൻ അരിച്ചു പെറുക്കും. ഒരുപക്ഷെ ഇവിടെയും വരാം. അതുകൊണ്ട് ഞാൻ ഉടനെ ഇവിടെ നിന്ന് പോകും. നീയും അപകടത്തിലാണ് കുട്ടി. രാക്കമ്മയുടെ മകളെയും വിക്ടർ വെറുതെ വിടാൻ ഇടയില്ല. ദിവസങ്ങൾക്ക് ശേഷം അയാൾ വീണ്ടും വന്നു. ചാന്ദിനി കവറിന് പണം വാരിക്കോരി കൊടുത്തു. നിറഞ്ഞ കണ്ണുകളോടെ അവർ തന്നെ യാത്രയാക്കി. ഫ്ളാറ്റിലെ അഡ്രസ് കൊടുക്കരുതായിരുന്നു. പക്ഷേ ഗീതു നിശ്വസിച്ചു. കാർ ഓടുകയായിരുന്നു. അവൾ പിന്നിലേക്ക് ശ്രദ്ധിച്ചു. ഏതെങ്കിലും ഒരു വാഹനം തന്റെ കാറിന്റെ പിന്നിലുണ്ടോ? തൊട്ടില്ലെന്ന മട്ടിൽ. വാടക കൊലയാളികൾ പിന്തുടരുന്നുണ്ടോ? സ്റ്റോപ്പ് ഹിയർ, അവൾ പറഞ്ഞു. കാർ നിന്നു. ബാഗിൽ നിന്ന് 50 രൂപയുടെ നോട്ട് എടുത്തു കൊടുത്തിട്ട് അവൾ പുറത്തിറങ്ങി. റെയിൽവേ സ്റ്റേഷനിലേക്ക് 1.5 ഫർലോങ് ദൂരമുണ്ട്. അവൾ തിടുക്കത്തിൽ മുന്നോട്ട് നടന്നു. ദൂരെ കണ്ടു കുതിച്ചു വരുന്ന ഇലക്ട്രിക് ട്രെയിൻ. അല്പം ആയാസപ്പെട്ടാൽ ട്രെയിൻ പിടിക്കാം, അല്ലെങ്കിൽ 10 മിനിറ്റ് നഷ്ടമാവും. അതിനിടയിൽ തന്റെ ജീവനും. അവൾ മുന്നോട്ട് കുതിച്ചു. ട്രെയിൻ നീങ്ങാൻ തുടങ്ങുന്നത് അവൾ കണ്ടു. ട്രെയിനിന്റെ കമ്പിയിൽ പിടുത്തം കിട്ടി. ആരോ അവളെ ഉള്ളിലേക്ക് വലിച്ചു. സീറ്റിലേക്ക് വീണവൾ കിതച്ചു. വീടിന് മുന്നിലെത്തി. അവൾ അകത്തേക്ക് പാളി നോക്കി. കട്ടിലിൽ ഡേവിഡ് മൂടി പുതച്ച് കിടന്നിരുന്നു. അവൾ വാതിൽ തള്ളി തുറന്നു. അകത്ത് കയറി വാതിലടച്ചു. പിന്നെ ഉറക്കെ വിളിച്ചു, ഡേവിഡ്, ഡേവിഡ്. പുതച്ചിരുന്ന മുണ്ട് മാറ്റി ഡേവിഡ് എഴുന്നേറ്റു. അവൾ ഞെട്ടിത്തെറിച്ചു. അത് ഡേവിഡ് ആയിരുന്നില്ല. റിച്ചാർഡ് അവളെ നോക്കി ചിരിച്ചു. ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്നല്ലേ ഹണി ചിന്തിക്കുന്നത്? ചാന്ദിനി കൗർ അഡ്രസ് തന്നു. ഫ്ളാറ്റ് അരിച്ചു പെറുക്കിയപ്പോൾ ഒരു ഡേവിഡിന്റെ അഡ്രസ്സും കിട്ടി. നിന്നെ അവസാനിപ്പിക്കുന്നതോടെ പണിയെല്ലാം തീരുമെന്നായിരുന്നു കണക്ക് കൂട്ടിയിരുന്നത്. പക്ഷേ ഈ ഡേവിഡ് ആരാടിയവൻ? ഗീതു ചലിച്ചില്ല. മരണം തൊട്ടു മുന്നിലെത്തിയതറിഞ്ഞു. വിറങ്ങലിച്ചു നിൽക്കുകയായിരുന്നു അവൾ. റിച്ചാർഡിന്റെ നീക്കം വളരെ പെട്ടെന്നായിരുന്നു. ഗീതുവിനെ അയാൾ കട്ടിലിലേക്ക് തള്ളി. അവൾ ബാലൻസ് തെറ്റി കട്ടിലിലേക്ക് മറിഞ്ഞു. എനിക്ക് ഉത്തരം കിട്ടിയില്ല. ആരാടി ഡേവിഡ്? അവന് നീയുമായിട്ട് എന്താ ബന്ധം? നീ അവന്റെ വെപ്പാട്ടിയാണോ? ഉത്തരം കിട്ടില്ലെന്നറിഞ്ഞിട്ടും റിച്ചാർഡ് ചോദിച്ചുകൊണ്ടിരുന്നു. ഗീതു കണ്ണുകളടച്ചു. ഏതായാലും ചാവുന്നതിന് മുമ്പ് എനിക്കൊരു സമാധാനിക്കാം. അവൻ ഓടി രക്ഷപ്പെട്ടു. ഒരു ചെറിയ കയ്യബദ്ധം, സാരമില്ല. അവൻ ലിസ്റ്റിലില്ലല്ലോ. റിച്ചാർഡ് സിഗരറ്റ് ആഞ്ഞു വലിച്ചു. പിന്നെ കട്ടിലിനടുത്തേക്ക് നടന്നു വന്നു. ഗീതുവിന്റെ പാവാട മെല്ലെ പൊന്തിച്ചു. സിഗരറ്റ് അയാൾ അവളുടെ തുടയിൽ കുത്തിക്കെടുത്തി. ഒരാന്തലോടെ ഗീതു പിടഞ്ഞു. റിച്ചാർഡ് ഒരു കിതപ്പോടെ അവളിലേക്ക് പടർന്നു. എല്ലാം കഴിഞ്ഞ് അയാൾ എഴുന്നേറ്റു. ഗീതുവിന്റെ സാരി വലിച്ചെടുത്ത് അതിലൊരു കുരുക്കുണ്ടാക്കി. പിന്നെ ഗീതുവിനെ നോക്കി പുഞ്ചിരിച്ചു. സമയമായി മോളെ. അയാൾ കുരുക്ക് അവളുടെ കഴുത്തിലിട്ടു. കുരുക്ക് മെല്ലെ മുറുകുകയായിരുന്നു. അവൾ പിടഞ്ഞ് കൈകാലിട്ടടിച്ചു. അവളുടെ ശബ്ദം ക്രമേണ നേർത്തു വന്നു. തികഞ്ഞ ലാഘവത്തോടെ റിച്ചാർഡ് പിടിമുറുക്കി. ഗീതുവിന്റെ നാക്ക് പുറത്തേക്ക് വരുന്നത് അയാൾ കണ്ടു. കണ്ണുകൾ പുറത്തേക്കുന്തി. അയാളുടെ കഴുത്തിൽ കുരുങ്ങിക്കിടന്നിരുന്ന അവളുടെ കൈ റിച്ചാർഡ് മെല്ലെ വേർപെടുത്തി. അയാൾ എഴുന്നേറ്റു. പിന്നെ ഒരു സിഗരറ്റ് എടുത്തു. തീപ്പെട്ടി ഉരയ്ക്കാൻ ഭാവിച്ചപ്പോൾ അവൾ ഒന്ന് ഞെരങ്ങി. അയാൾ ശ്രദ്ധിച്ചു. പിന്നെ മൃദുവായി പറഞ്ഞു, ഐ ആം സോറി ഡാർലിംഗ്. സുന്ദരിമാരെ കൊല്ലുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. നിവർത്തിയില്ലാഞ്ഞിട്ടാ. ജീവിക്കാൻ കാശ് വേണ്ടേ സുന്ദരിക്കുട്ടി? വിഷ്ണു ആകെ അസ്വസ്ഥനായിരുന്നു. കാൽ ചലിപ്പിക്കുമ്പോഴൊക്കെ വേദനയുണ്ട്. മനസ്സിലെ മുറിവുകളാണ് ഏറെ വേദനിപ്പിക്കുന്നത്. അയാൾ മെല്ലെ ചരിഞ്ഞു കിടന്നു. അനങ്ങുമ്പോൾ ഞരമ്പുകൾ വലിഞ്ഞു മുറുകുന്നു. എവിടേക്കോ നീറ്റൽ. അച്ഛനെ പോലെ തന്നെ താനും നിശബ്ദനായി അവസാനിക്കുമോ? ഡോർ മെല്ലെ ചലിച്ചു. വിഷ്ണു അനങ്ങിയില്ല. കടന്നു വന്നത് ഗോദവർമ്മയായിരുന്നു. ഇപ്പോൾ എങ്ങനെയുണ്ട് മോനെ? വിഷ്ണു കണ്ണു തുറന്നു. അയാൾ മെല്ലെ തിരക്കി. എന്നാണ് ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുന്നത്? 1 മാസത്തെ കംപ്ലീറ്റ് റെസ്റ്റ് വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. വിഷ്ണു പൊട്ടിത്തെറിച്ചു. എന്നെ ഇവിടെ തന്നെ തളച്ചിടാനാണ് മുത്തശ്ശൻ ആഗ്രഹിക്കുന്നെങ്കിൽ
അതൊരിക്കലും നടക്കില്ല. ഗോദവർമ്മ നടുങ്ങി നിന്നു. മുത്തശ്ശ, ജയ്പൂർ കാലുകളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപയോഗിച്ച് ഒരു നർത്തകി നൃത്തരംഗത്തേക്ക് തിരിച്ചു വന്ന കഥ എനിക്കറിയാം. പക്ഷെ മോനെ, അതിന് ഒരുപാട് കാലത്തെ പരിശീലനം വേണം. വിഷ്ണു ചിരിച്ചു. അറിയാം, പക്ഷേ മുത്തശ്ശ, വിഷ്ണുവിന് ഏറ്റവും കുറഞ്ഞ സമയം വേണ്ടി വരുള്ളൂ. കാല് മുറിഞ്ഞ് രക്തമൊഴുകിയാലും മുറിഞ്ഞ ഭാഗത്തെ മാംസം ഇളകി തെറിച്ചു പോയാലും ഞാൻ പിന്മാറില്ല. കാരണം ആ നിമിഷങ്ങളിലൊക്കെ ഈ വിഷ്ണുവിന്റെ മനസ്സിൽ ഒരേ ഒരു ചിത്രമേ ഉണ്ടാകൂ. വെടിയുണ്ട ഏറ്റ് ചിതറിക്കിടക്കുന്ന DYSP രാമദാസിന്റെ ചിത്രം. വിഷ്ണുവിന് പുറം ലോകത്ത് ഒട്ടേറെ ചെയ്യാനുണ്ട്. അതുകൊണ്ട് വിഷ്ണു നിർത്തി. ഗോദവർമ്മ അയാളുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചു. എനിക്കറിയാം, ഈ ലോകത്തിൽ ഒരു ശക്തിക്ക് നിന്നെ പിന്തിരിപ്പിക്കാനാവില്ലെന്ന്. തയ്യാറായിക്കോളൂ, ഞാൻ ഡോക്ടറുമായി ഒന്ന് കൺസൾട്ട് ചെയ്യട്ടെ. വിഷ്ണുവിന്റെ മുഖം വിടർന്നു. ഗോദവർമ്മ തുടർന്നു. നിന്റെ കണ്ണുകളിലെ തീയണയ്ക്കാൻ ഞാൻ ശ്രമിക്കില്ല വിഷ്ണു. അതെരിഞ്ഞ് അഗ്നികുണ്ഡമാവണം. ജയ്പൂർ കാലുകൾ അത്ഭുതം സൃഷ്ടിച്ച ഒട്ടേറെ കഥകളുണ്ട്. നീ നേരത്തെ പറഞ്ഞ നർത്തകിയുടെ കഥ അതിലൊന്നു മാത്രമാണ്. എനിക്ക് ഉറപ്പുണ്ട്, ജയ്പൂരിൽ നിന്നും നമ്മൾ തിരിച്ചു വരുമ്പോൾ രാമദാസിന്റെ കൊലയാളികൾ ഞെട്ടിത്തെറിക്കാൻ പോകുന്നത് നിന്റെ കാലുകളെ ഓർത്തിട്ടായിരിക്കണം. വിഷ്ണു പുഞ്ചിരിച്ചു. ഈ രാത്രി ഞാൻ സുഖമായി ഉറങ്ങും. സ്വപ്നത്തിൽ എന്റെ കാലുകൾക്ക് ചിറക് മുളയ്ക്കും. വിഷ്ണു ഒരു കൊടുങ്കാറ്റായി ആഞ്ഞടിക്കും. ആ കാറ്റിൽ ഒട്ടേറെ വൻമരങ്ങൾ കടപുഴകി വീണു. വിഷ്ണുവിന്റെ പാദപതന ശബ്ദം കേട്ട് ഭൂമി നടുങ്ങിത്തെറിക്കും. എന്നിട്ട് അയാൾ കണ്ണുകൾ ചേർത്തടച്ചു. അത് നോക്കി ഗോദവർമ്മ നിശ്ചലം നിന്നു. വിക്ടർ ലീനസ് കോപത്തോടെ വാച്ചിൽ നോക്കി. ഡോക്ടർ പരശുരാമും പ്രതാപനും അയാളുടെ ക്യാബിലുണ്ടായിരുന്നു. അവർക്ക് വിക്ടറിനോട് എന്തെങ്കിലും ഒന്ന് പറയാൻ ധൈര്യമുണ്ടായിരുന്നില്ല. നിശബ്ദത മുറിയിൽ കനത്തു നിന്നു. വീൽ ചെയർ മൊസൈക് ഫ്ലോറിലൂടെ തെന്നി നീങ്ങി. പെട്ടെന്ന് ഓർക്കാപ്പുറത്ത് വിക്ടറുടെ ശബ്ദം മുഴങ്ങി. ശേഖരൻ എവിടെ? പ്രതാപൻ പതറിയ സ്വരത്തിൽ പറഞ്ഞു. ആ ജിപ്സിയിലെ യാത്രക്കാരനെ ട്രേസ് ചെയ്യാൻ. വിക്ടറുടെ കണ്ണുകൾ കത്തി. അവൻ ഒരു പുല്ലും ചെയ്യാനാവില്ല. അതിന് ആണുങ്ങൾ വേറെ വരുന്നുണ്ട്. വിളിക്കവനെ. റിച്ചാർഡ് വരുമ്പോൾ അവൻ ഇവിടെ വേണം. പ്രതാപൻ മെല്ലെ തിരിഞ്ഞു. പ്രതാപ, അവനെ വിളിക്കാൻ പരശു പോയിക്കോളൂ. നീ എയർപോർട്ടിൽ പോകണം. 10:30-ക്കാണ് ഫ്ലൈറ്റ്. പരശു ചെല്ല്. ശേഖരൻ എവിടെ ഉണ്ടെങ്കിലും തൂക്കിയെടുത്തോണ്ട് വാ. ഡോക്ടർ മെല്ലെ പുറത്തേക്ക് നടന്നു. വിക്ടർ പ്രതാപനെ നോക്കി. പ്രതാപ, വിക്ടർ വിളിച്ചു. പ്രതാപൻ തലയുയർത്തി. ചുവരുകൾക്ക് പോലും കേൾക്കാനാവാത്ത ഒരു രഹസ്യമുണ്ട്. ഇങ്ങടുത്തു വാ. പ്രതാപൻ വീൽ ചെയറിനടുത്തെത്തി. വിക്ടർ മന്ത്രിച്ചു. ശത്രു പ്രബലനാണ്. ഗോദവർമ്മയും വിഷ്ണുവിനെയും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ അജ്ഞാതൻ, ജിപ്സിയിലെ യാത്രക്കാരൻ. അയാൾ ആരായാലും ഒരു കാര്യം സത്യം, ആ ജിപ്സി ഓടിച്ച അയാൾ യാത്ര ചെയ്യുന്നത് 20 വർഷം പുറകിലേക്കാണ്. നമ്മുടെ രഹസ്യങ്ങളാകാം അവൻ തേടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ. വിക്ടർ നിർത്തി. അയാൾ പ്രതാപനെ തറച്ചു നോക്കി. വിൽ പവർ ഇല്ലാത്തവർക്ക് ഒരിക്കലും പിടിച്ചു നിൽക്കാനാവില്ല. എനിക്കും നിനക്കും അതുണ്ട്. ബുദ്ധി അല്പം കുറവാണെങ്കിലും ശേഖരന്റെ കയ്യിൽ നിന്ന് ഒന്നും ചോരില്ല. പക്ഷേ പരശു, അവനൊരു ഭീരുവാണ്. ആ ജിപ്സിയിലെ യാത്രക്കാരന് പരശുവിനെ ജീവനോടെ കിട്ടുകയാണെങ്കിൽ. വിക്ടർ ക്രൂരമായി പുഞ്ചിരിച്ചു. പിന്നെ തുടർന്നു. ഇത്രയും വർഷം ജീവിച്ചില്ലേ, അപ്പോൾ പ്രതിഫലം വളരെ കൂടുതലായി. ഡോക്ടർ ഇനി ശാന്തമായി ഉറങ്ങിക്കോട്ടെ. റിച്ചാർഡ് എത്തുമ്പോൾ ആദ്യം പരിചയപ്പെടുത്തേണ്ടത് പരശുവിനെയാണ്. പ്രതാപൻ ഒരക്ഷരം പോലും മിണ്ടിയില്ല. അയാൾ ചിന്തിക്കുകയായിരുന്നു. ഇന്ന് പരശു, നാളെ ഞാൻ, പിന്നെ ബാക്കിയുള്ളത് ശേഖരൻ. നന്ദി കെട്ട പട്ടിയാണ് അയാൾ. ഇത്രയും കാലം പരശു ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. ഇനിയും അതുണ്ടാവില്ല. പക്ഷെ ഇയാൾ. വിക്ടർ പ്രതാപന്റെ മനസ്സ് വായിച്ചു. പിന്നെ മെല്ലെ പറഞ്ഞു. സിമ്പതി നല്ലതാണ്, പക്ഷേ അതിന് നമ്മുടെ ജീവന്റെ വില വരില്ല. പ്രതാപ, എന്റെ മകന്റെ ശവശരീരം കണ്ട കണ്ണുകളാണിത്. ആ കണ്ണുകൾക്ക് ഒട്ടേറെ ശവശരീരം ഇനിയും കാണാനുണ്ട്. എന്റെ മകൻ പോയപ്പോൾ എല്ലാരും കരഞ്ഞു, ഈ വിക്ടർ ഒഴിച്ച്. അയാൾ ക്രൂരമായി ചിരിച്ചു. പ്രതാപൻ ഒന്നും മിണ്ടിയില്ല. വിക്ടറുടെ കണ്ണുകളിലെ അവഗണിക്കാനാവാത്ത താക്കീത് പ്രതാപൻ കണ്ടറിഞ്ഞു. വിക്ടർ പ്രതാപനെ തറച്ചു നോക്കി. അയാൾ ഗർജിച്ചു. എനിക്കും നിനക്കും വിൽ പവർ ഉണ്ടെന്ന് ഞാൻ അല്പം മുമ്പ് പറഞ്ഞു. എനിക്ക് തെറ്റി. പരശുവിന് മാത്രമല്ല, നിനക്കും അതില്ല. ആരെങ്കിലും ചത്തുപോയെന്ന് കേട്ടാൽ അലറി വിളിച്ച് കണ്ണീരിൽ കുളിച്ചു നിൽക്കുന്ന ഒരുത്തനെയും ഈ വിക്ടറിന് വേണ്ട. അയാൾ ആര് തന്നെയായാലും. ഏതായാലും പരശുവിനൊരു ഫേവർ കൊടുത്തേക്കാം. നമുക്കൊന്നിച്ചിരുന്ന് ഇന്ന് ഉച്ചയ്ക്കൊരു ലഞ്ച്. കൂടെ റിച്ചാർഡും ഉണ്ടാവും. ലാസ്റ്റ് സപ്പർ. വിക്ടർ
ക്രൂരമായി ചിരിച്ചു. തെറ്റിപ്പോയി, സപ്പറല്ല, ലഞ്ച്, ലാസ്റ്റ് ലഞ്ച്. ശേഖരൻ ഫയൽ തുറന്നു. പേപ്പറുകൾ ഓരോന്നായി മറിച്ചു. ഡിവൈഎസ്പി രമേശ് അടുത്തുണ്ടായിരുന്നു. ശേഖരൻ ഫയൽ മടക്കി. അപ്പോൾ ഈ സിറ്റിയിൽ 67 ജിപ്സികളെ ഉള്ളൂ അല്ലേ? അതെ സാർ. ജിപ്സികളിൽ ഏറിയ കൂറും പണക്കാരുടേതാണ്. എല്ലാം വൻ തോക്കുകൾ. അവരാരും ഈ സംഭവവുമായി ബന്ധപ്പെട്ടവരല്ല. എന്നാലും 4 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ശേഖരൻ ശ്രദ്ധിച്ചു. 4 കോളേജ് പിള്ളേരാ. ഈ സിറ്റിയിലൂടെ ചെത്തി നടക്കാറുണ്ട് ഓവർ സ്പീഡിൽ. അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഒരാൾ ഹോസ്പിറ്റലിലുണ്ട്. 3 പേർ ടോർച്ചർ റൂമിൽ തന്നെയുണ്ട്. ഇപ്പോൾ ഐസ് കട്ടയിൽ ഇരുത്തിയിരിക്കുന്നു. ഹോസ്പിറ്റലിലുള്ളവൻ കാഞ്ഞു പോകുമോ? മിക്കവാറും. ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കഴിഞ്ഞു സാർ. ലോക്കപ്പിനുള്ളിൽ ആത്മഹത്യാശ്രമം. കിടന്ന് പിടയ്ക്കുമ്പോൾ കണ്ടെത്തി ആശുപത്രിയിലാക്കി. നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഡോക്ടർ സർട്ടിഫൈ ചെയ്തു തന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും അതേ ഉണ്ടാവും. ശേഖരൻ പുഞ്ചിരിച്ചു. ഏലിയാസിന്റെ കൂടെ കാറിൽ ഒരു പെണ്ണുണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ. ഏതാണ് ആ പെണ്ണ്? ഡീറ്റെയിൽസ് കിട്ടിയില്ല സാർ. ഹോസ്പിറ്റലിൽ നിന്നാണ് അയാൾ ആ പെണ്ണിനെ ബലമായി പിടിച്ച് കാറിൽ കയറ്റിയത്. പക്ഷേ SIക്ക് അങ്ങനെ ഒരു പരാതി തരാൻ ആരും തയ്യാറായിട്ടില്ല. ആ നിലയ്ക്ക് നമുക്ക് ആ കേസ് അന്വേഷിക്കാനുമാവില്ല. ശേഖരൻ ചിരിച്ചു. പരാതി കിട്ടിയിട്ടുള്ള ഒട്ടേറെ കേസുകൾ തെളിയിക്കാൻ കിടക്കുന്നു. അതിന്റെ ഇടയ്ക്ക് ആ പരാതി കിട്ടാത്ത കേസ് കളയടോ. നമുക്കിപ്പോ ആവശ്യം ആ ജിപ്സിയാണ്. ആ ജിപ്സി സിറ്റിയിൽ ഇനി കടന്നു വന്നാൽ അതിലെ യാത്രക്കാരനെ ശവമായിട്ടാണെങ്കിലും നമുക്ക് കിട്ടണം. ശേഖരൻ ഗാംഭീര്യം വിടാതെ തന്നെ നിർദ്ദേശിച്ചു. പെട്ടെന്ന് CI മുറിയിലേക്ക് കടന്നു വന്നു. സല്യൂട്ട് ചെയ്തു. രമേശ് തിരക്കി. എന്താ രാജ? ഒരാൾ കൂടി. CI നിർത്തി. രമേശ് ഒന്ന് പതറി. CI മുഖത്തെ വിയർപ്പ് തുടച്ചു. ഒരു ഇൻഫർമേഷനും കിട്ടുന്നില്ല സാർ. പറഞ്ഞത് തന്നെ അവൻ തിരിച്ചും മറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെ ആവണം സത്യവും. അവർക്കൊന്നും അറിഞ്ഞുകൂടാ. ശേഖരൻ എഴുന്നേറ്റ് രമേശിനെ തറപ്പിച്ചു നോക്കി. അയാൾ പറഞ്ഞു, ഏതായാലും 2 ലോക്കപ്പ് മരണങ്ങൾ ഒന്നിച്ചു വേണ്ട. അമിതമായി മദ്യപിച്ചുണ്ടായ ഒരു ആക്സിഡന്റ്. അവനെ ജീപ്പിലെടുത്തേ ജെട്ടിയിൽ നിന്ന് കായലിലേക്ക് തള്ളിയേക്ക്. ഡോക്ടറെ ഇൻഫോം ചെയ്യണം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അഡ്വാൻസായി അയാൾ തയ്യാറായിക്കോട്ടെ. ശേഖരൻ പുറത്തേക്ക് നടന്നു. പുറകെ എത്തി രമേശ് തിരക്കി. ബാക്കിയുള്ളവരെ റിലീസ് ചെയ്തേക്കട്ടെ സാർ. അവർക്കൊന്നും അറിയില്ലെങ്കിൽ പിന്നെ വെച്ചോണ്ടിരിക്കണ്ട. പക്ഷേ അവന്മാർ പോലീസിനെതിരെ ശബ്ദിക്കരുത്. CI ചിരിച്ചു. ഈ ജന്മത്തിൽ അവർ ശബ്ദിക്കില്ല സാർ. ഗുഡ്. ശേഖരൻ പുറത്തേക്ക് നടന്നു. സ്റ്റേഷന് മുന്നിൽ ഡോക്ടർ പരശുരാമിന്റെ കാർ വന്നു നിന്നു. ശേഖരനെ തിരക്കി. എന്താ പരശു? റിച്ചാർഡ് ഉടനെ എത്തും. വിക്ടർ വിളിക്കുന്നു നിങ്ങളെ. ശേഖരൻ പൊട്ടിത്തെറിച്ചു. അയാൾക്ക് എന്തിന്റെ സൂക്കേടാ? ജിപ്സി ട്രേസ് ചെയ്യണമെന്ന് പറയും. ആളെ ജീവനോടെ കിട്ടണമെന്ന് പറയും. എപ്പോഴും അയാളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവിടെ ഇരുന്നാൽ എന്തെങ്കിലും നടക്കുമോ? പരശു ചിരിച്ചു. കാണുമ്പോൾ അതങ്ങ് നേരി പറഞ്ഞേക്കൂ. ഇപ്പോൾ എന്തായാലും അയാളെ നേരി കാണുന്നതാ ഭംഗി. ശേഖരൻ നിശബ്ദനായി. ബോംബെ ഫ്ലൈറ്റ് ഇരമ്പലോടെ വന്നു നിന്നു. യാത്രക്കാർ ഓരോരുത്തരായി പുറത്തിറങ്ങി. ഏറ്റവും ഒടുവിലാണ് അയാൾ പുറത്തിറങ്ങിയത്. റിച്ചാർഡ്. സൺഗ്ലാസ് കയ്യിലെടുത്ത് തുടച്ച് റിച്ചാർഡ് കണ്ണിൽ വെച്ചു. പയസും ഉണ്ടായിരുന്നു അയാളോടൊപ്പം. പ്രതാപൻ കാറുമായി കാത്തു നിന്നിരുന്നു. പയസും റിച്ചാർഡും കാറിന് നേരെ നടന്നു ചെന്നു. പയസ് പ്രതാപനെ റിച്ചാർഡിന് പരിചയപ്പെടുത്തി. മീറ്റ് മിസ്റ്റർ പ്രതാപൻ. ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ്. റിച്ചാർഡ് ചിരിച്ചു. ഹലോ. പ്രതാപൻ പുഞ്ചിരിച്ചു. ഹലോ. ബെൻസ് കാർ എയർപോർട്ടിൽ നിന്നും മെല്ലെ നീങ്ങി. എയർപോർട്ട് റോഡിലെ വാഗമര ചുവട്ടിൽ അപ്പോൾ ആ ജിപ്സി ഉണ്ടായിരുന്നു. ബെൻസ് കാർ അകന്നു പോയി കഴിഞ്ഞപ്പോൾ ജിപ്സി ചലിച്ചു. പാർത്ഥന്റെ കണ്ണുകൾക്ക് മുമ്പിൽ അപ്പോൾ റിച്ചാർഡ് മാത്രമായിരുന്നു. റിച്ചാർഡ് ബെൻസിന്റെ ബാക്ക് സീറ്റിലായിരുന്നു. പയസാണ് ഡ്രൈവ് ചെയ്തിരുന്നത്. പ്രതാപൻ റിച്ചാർഡിനെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. റിച്ചാർഡ് ചിരിച്ചു. ചെറുപ്പത്തിലെ എനിക്കൊരു ഹോബി ഉണ്ടായിരുന്നു. സൗന്ദര്യമുള്ള എന്ത് വസ്തു കണ്ടാലും അത് നശിപ്പിക്കണം. ചിത്രശലഭങ്ങളോട് എനിക്കൊരു തരം അസൂയ തന്നെയായിരുന്നു. അവയെ പിടിച്ചെടുത്ത് ചിറകുകളും വാലും നുള്ളിക്കളഞ്ഞ് മുറ്റത്തേക്കെറി. എന്റെ മുന്നിൽ കിടന്ന് അവ പിടയ്ക്കും. വളർന്നപ്പോഴും ഹോബിക്ക് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. മുന്നിൽ കിടന്ന് പിടയ്ക്കുന്നത് മനുഷ്യരാണെന്ന് മാത്രം. ഏറ്റവും വലിയ തമാശ അതല്ല, കൊല്ലപ്പെടുന്നവരോട് എനിക്ക് യാതൊരു വൈരാഗ്യവുമില്ല. അപ്പോഴായിരിക്കും ഞാൻ അവരെ ആദ്യമായി കാണുന്നത്. പ്രതാപന് റിച്ചാർഡിനോട് ആരാധനയാണ് തോന്നിയത്. അയാൾ അത് മറച്ചു വെച്ചില്ല. യു ആർ ഗ്രേറ്റ്. ഓഫ് കോഴ്സ്. റിച്ചാർഡ് ചിരിച്ചു. ഹിറ്റ്ലറുടെ ഏറ്റവും വലിയ ഫാനാണ് ഞാൻ. പക്ഷേ അയാളുടെ റെക്കോർഡ് തിരുത്തണമെങ്കിൽ ഈ ജന്മം മതിയാവുമെന്ന് തോന്നുന്നില്ല. പയസ് പുഞ്ചിരിച്ചു. റിച്ചാർഡിന്റെ ശ്രദ്ധ പെട്ടെന്ന് റെയർ ഗ്ലാസ്സിൽ ഉടക്കി. ബെൻസ് കാറിന്റെ പിന്നാലെ
തൊട്ടു തൊട്ടില്ലെന്ന മട്ടിൽ ഒരു മാരുതി ജിപ്സി വരുന്നുണ്ടായിരുന്നു. അയാളുടെ ചുണ്ടിൽ ഒരു ചെറു ചിരി വിടർന്നു. അയാൾ മൃദുവായി പറഞ്ഞു, പയസേ, പിന്നിലൊരു ജിപ്സി ഉണ്ട്, സൈഡ് കൊടുത്തേക്ക്, നമുക്ക് തിരക്കൊന്നുമില്ലല്ലോ. പയസ് റിയർ ഗ്ലാസ്സിലൂടെ നോക്കി. അയാൾക്ക് മനസ്സിലായി ആ ജിപ്സി പിന്തുടരുകയാണ്. പ്രതാപൻ പിന്നോട്ട് തിരിഞ്ഞു. അയാളുടെ കണ്ണുകൾ ഇരുണ്ടു. അയാൾ പിറുപിറുത്തു. ജിപ്സി, ആ കൊലയാളി. അപ്പോഴും റിച്ചാർഡ് ചിരിച്ചതേ ഉള്ളൂ. സൈഡ് കൊടുത്തേക്ക് പയസേ, അയാൾ വല്ലാത്ത തിടുക്കത്തിലാണെന്ന് തോന്നുന്നു. പാവം. പയസിന്റെ മുഖം വല്ലാതെ വിളറി വെളുത്തു. അയാൾ ബെൻസ് കാർ റോഡിന്റെ സൈഡിലേക്ക് ഒതുക്കി. കടന്നു പോകാൻ സ്ഥലമുണ്ടായിട്ടും ജിപ്സി ഓവർടേക്ക് ചെയ്യുന്നില്ലെന്ന് പയസ് കണ്ടു. റിച്ചാർഡ് മെല്ലെ തിരക്കി. വിക്ടർ ലീനസിന് ഇനിയും ഒരുപാട് കാറുകളുണ്ടല്ലോ. പ്രതാപൻ തലയാട്ടി. അപ്പോൾ ഒരു ബെൻസ് പോയാലും വലിയ കുഴപ്പമൊന്നും വരാനില്ല. ആരും മിണ്ടിയില്ല. റിച്ചാർഡ് സീറ്റിന് മുകളിലൂടെ കാറിന്റെ മുൻ സീറ്റിലെത്തി. പയസേ, നീ പിന്നിലേക്ക് പോയിക്കോ. റോഡിന് എത്ര വീതി വരുമെന്ന് ഞാനൊന്ന് പഠിച്ചു പറയട്ടെ. പയസ് പിന്നിലേക്ക് പോന്നു. സ്റ്റിയറിംഗ് വീലിംഗ് ഇടത് കൈകൊണ്ട് അമർത്തി പിടിച്ച് റിച്ചാർഡ് വലത് കൈകൊണ്ട് റിയർ ഗ്ലാസ് അഡ്ജസ്റ്റ് ചെയ്തു. ജിപ്സിയിലെ യാത്രക്കാരന്റെ മുഖം അപ്പോഴും വ്യക്തമായിരുന്നില്ല. റിച്ചാർഡ് പിറുപിറുത്തു. ആ കള്ള കഴിവേറിയുടെ മുഖമൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞ് കാണുമ്പോൾ മുഖത്തിന്റെ ഷേപ്പ് മാറി പോകുമല്ലോ. അയാൾ ആക്സിലേറ്റർ കാലാഞ്ഞമർത്തി. പിന്നെ അയാൾ പയസിനോട് തിരക്കി, കൊണ്ടുവരുന്ന ശവത്തിന് ജീവനില്ലെന്നും പറഞ്ഞ് വിക്ടർ ലീനസ് എന്റെ ശമ്പളം കട്ട് ചെയ്യുകയൊന്നുമില്ലല്ലോ. പയസ് പുഞ്ചിരിച്ചു. നോ, ഞങ്ങൾക്ക് അവന്റെ ശവം മാത്രം മതി. റിച്ചാർഡ് ചിരിച്ചു. ശവമാക്കാനാ ഏറ്റവും എളുപ്പം. വിക്ടർ ലീനസിന്റെ സ്വീകരണ മുറിയിൽ സ്റ്റഫ് ചെയ്തു വെക്കാൻ ഒന്നാം തരം. അപ്പോൾ ഒന്നല്ലേ? വിത്ത് യുവർ പെർമിഷൻ തുടങ്ങട്ടെ. പ്രതാപനും പയസും തലയാട്ടി. റിച്ചാർഡ് പുഞ്ചിരിയോടെ ചോദിച്ചു, നിങ്ങൾ ഒരു ലീഡിംഗ് അഡ്വക്കേറ്റ് ആണല്ലോ? അതെ. സിനിമ കാണാറുണ്ടോ? പ്രത്യേകിച്ച് ബോണ്ട് ചിത്രങ്ങൾ? റിച്ചാർഡ് എന്താണ് ചോദിക്കുന്നതെന്ന് പ്രതാപന് മനസ്സിലായില്ല. ബോണ്ടിന്റെ ഒരു ചിത്രമുണ്ട്, എ വ്യൂ ടു കിൽ, കാണേണ്ടതാ. അതിലൊരു കാർ ചേസിംഗ് ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ നിരാശപ്പെടുകയൊന്നും വേണ്ട. അതാ ഇപ്പോൾ കാണാൻ പോകുന്നത്. ഡോർ ലോക്ക് ചെയ്തോളൂ. പശ്ചാത്തലം ബോംബെ ആവേണ്ടിയിരുന്നു. കൊച്ചി തീരെ പോരാ. റോഡിൽ നിറയെ വാഹനങ്ങൾ ഉണ്ടെങ്കിലേ ചേസിംഗ് കൊഴുക്കൂ. ബെൻസ് അതിവേഗം ചീറിപ്പായുകയായിരുന്നു. പ്രതാപൻ ഡോർ ലോക്ക് ചെയ്തു. പിന്നിലെ ജിപ്സിയും സ്പീഡ് എടുത്തു. ക്രൂരമായ പുഞ്ചിരിയോടെ റിച്ചാർഡ് പിറുപിറുത്തു. വാ വാ, കുറച്ചുകൂടി അടുത്തെ. അങ്ങനെ. പെട്ടെന്ന് റിച്ചാർഡ് കാർ ബ്രേക്കിൽ അമർത്തി. ബെൻസ് കാർ ഒന്ന് പാളി പെട്ടെന്ന് നിന്നു. പിന്നിലെ ജിപ്സി ബെൻസിൽ വന്നിടിച്ചു. ജിപ്സിയുടെ പിന്നിൽ വന്നിരുന്ന അംബാസഡർ കാറും 2 ലൈൻ ബസ്സുകളും പരസ്പരം കൂട്ടിമുട്ടി. റിച്ചാർഡ് പെട്ടെന്ന് കാർ മുന്നോട്ടെടുത്തു. പ്രത്യേകിച്ചൊന്നും സംഭവിക്കാത്തതുപോലെ ആ ജിപ്സി പിന്നെയും ബെൻസ് കാറിന്റെ പിറകെ എത്തി. റിച്ചാർഡ് ചിരിച്ചു. കൊള്ളാം, മിടുക്കൻ. അപ്പോൾ അവനും ബോണ്ടിന്റെ ഫാനാ. റിച്ചാർഡിന് പറ്റിയ എതിരാളി. ബെൻസ് പള്ളുരുത്തി പാലത്തിലേക്ക് കയറി. പിന്നാലെ ജിപ്സിയും. റിച്ചാർഡ് മന്ത്രിച്ചു. താഴെ വെള്ളം, മുകളിൽ ആകാശം, നടുവിലൊരു പാലം. പറ്റിയ ലൊക്കേഷൻ. ഇവിടെയും അതുപോലെ ഒന്നാവാം. ബെൻസ് ഒരു കുലുക്കത്തോടെ നിന്നു. ജിപ്സിയിലെ യാത്രക്കാരൻ അത് പ്രതീക്ഷിച്ചിരുന്നു എന്ന് തോന്നി. ബെൻസും ജിപ്സിയും മുട്ടിയില്ല എന്ന മട്ടിൽ നിന്നു. റിച്ചാർഡ് ഉറക്കെ ചിരിച്ചു. മിടുക്കനല്ല, മിടുമിടുക്കൻ. ഇങ്ങനെയുള്ളവരെ നേരിടാനാണ് രസം. എതിരാളി ശക്തനാണെങ്കിൽ ലൊക്കേഷൻ ഏതുമാവാം. ബെൻസ് മുന്നോട്ട് നീങ്ങി. പിന്നാലെ ജിപ്സിയും. റിച്ചാർഡ് പറഞ്ഞു, കളി മതി, ഇനി കാര്യത്തിലേക്ക് കടക്കാം. ആദ്യം ജിപ്സിയുടെ ഹെഡ്ലൈറ്റ്. ബെൻസ് വളവ് തിരിഞ്ഞ് റോഡ് അരികിലൂടെ നീങ്ങി. സ്പീഡ് കുറഞ്ഞിരുന്നു. ജിപ്സി അലറി കുതിച്ചു വരുന്നത് റിയർ ഗ്ലാസിലൂടെ റിച്ചാർഡ് കണ്ടു. ജിപ്സി അടുത്തെത്തിയപ്പോൾ അയാൾ കാർ വെട്ടിത്തിരിച്ചു. ജിപ്സിയുടെ ഹെഡ്ലൈറ്റുകൾ ഉടഞ്ഞു. പല്ലുകൾ ചേർത്ത് ഞെരിച്ച് അതിനിടയിലൂടെ റിച്ചാർഡ് പറഞ്ഞു, ഇനി ഫ്രണ്ട് ഗ്ലാസ്. ജിപ്സി നിന്നു കഴിഞ്ഞിരുന്നു. റിച്ചാർഡ് പെട്ടെന്ന് ബെൻസ് മുന്നോട്ടെടുത്തു. ജിപ്സിക്ക് മുന്നിലെത്തിയ ബെൻസ് അതിവേഗം പിന്നോട്ട് വന്നു. ജിപ്സിയുടെ ഫ്രണ്ട് ഗ്ലാസ് ഉടഞ്ഞു ചിതറി. റിച്ചാർഡ് അലറി. ഇനി ബോഡി. വെട്ടിത്തിരിഞ്ഞ് ബെൻസ് ഊക്കിൽ ജിപ്സിയിൽ ഇടിച്ചു. ജിപ്സിയുടെ ബോഡി ഞളുങ്ങി. ബെൻസും ഏതാണ്ട് തകർന്നു കഴിഞ്ഞിരുന്നു. ജിപ്സിയിൽ നിന്നും അനക്കമൊന്നും കേട്ടില്ല. റിച്ചാർഡ് ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ചു. ഇനി അവൻ. സിഗരറ്റിന് തീ കൊളുത്തി. റിച്ചാർഡ് പോക്കറ്റിൽ നിന്ന് റിവോൾവർ പുറത്തെടുത്തു. പയസേ, ചേസിംഗ് കഴിഞ്ഞു. ഇനി നീ ഡ്രൈവ് ചെയ്തു. അയാൾ പിൻ സീറ്റിലേക്ക് എത്തി. പിന്നിലെ ഗ്ലാസ് തകർത്ത് റിവോൾവർ അതിനുള്ളിലൂടെ പുറത്തേക്ക് നീട്ടി.
ജിപ്സി അപ്പോഴും അനങ്ങിയില്ല. അതിലിരുന്ന പാർത്ഥന്റെ കണ്ണുകൾ അപ്പോഴും റിച്ചാർഡിനെ വട്ടമിട്ടുകൊണ്ടിരുന്നു. റിച്ചാർഡിന്റെ കൈ ട്രിഗറിലേക്ക് നീണ്ടു. പാർത്ഥന്റെ കണ്ണുകൾ ചുരുങ്ങി ചുരുങ്ങി വന്നു. ബെൻസ് കാറിൽ നിന്നും പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന റിച്ചാർഡിന്റെ കയ്യിലെ തോക്കു മാത്രമേ അയാൾ കണ്ടുള്ളൂ. അയാളുടെ തലയ്ക്കുള്ളിൽ ഒരു സമുദ്രം ഇളകി മറിഞ്ഞു. ആകെ മൂടൽ. ചെവിക്കരികെ നഗരത്തിന്റെ ശബ്ദം വല്ലാത്തൊരു മുഴക്കമായി. ആ മുഴക്കത്തിനിടയിലൂടെ ചാട്ടുള്ളി പോലുള്ളൊരു ശബ്ദം പാർത്ഥന്റെ ചെവിയിലേക്ക് തുളച്ചു കയറി. സമയമായി. പാർത്ഥന്റെ കണ്ണുകൾ വിടർന്നു. അവിടെ തീ എരിഞ്ഞു. അതൊരു അഗ്നികുണ്ഡമായി ജ്വലിച്ചു. അയാളുടെ കൈകൾ ഗിയറിലേക്ക് യാന്ത്രികമായി നീണ്ടു. കാലുകൾ ആക്സിലേറ്ററിലേക്കും. ചുണ്ടിലെരിയുന്ന സിഗരറ്റിന്റെ പുകകൾക്കിടയിലൂടെ റിച്ചാർഡിന്റെ മുഖം തെളിഞ്ഞു. റിച്ചാർഡ് റിവോൾവറിന്റെ ട്രിഗറിൽ സ്പർശിച്ചു. റിച്ചാർഡിന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ജിപ്സി മുന്നോട്ട് കുതിച്ചു. ഒരു നിമിഷം റിച്ചാർഡ് ഒന്ന് പതറി. പാർത്ഥന് ആ സമയം ധാരാളമായിരുന്നു. ബെൻസിന്റെ പിന്നിൽ ജിപ്സി ശക്തിയായി വന്നിടിച്ചു. ബെൻസ് മുന്നോട്ട് തെന്നി നീങ്ങി. റിച്ചാർഡിന് ബാലൻസ് തെറ്റി. ജിപ്സി വീണ്ടും റിവേഴ്സ് വന്നു. പിന്നെ മുന്നോട്ട്. ബെൻസ് പാളി മുന്നോട്ട് വേച്ചു. ഡോർ തുറന്നുപോയി. അതിലൂടെ പ്രതാപൻ പുറത്തേക്ക് തെറിച്ചു വീണു. അവിടെ കിടന്നുകൊണ്ട് അയാൾ കണ്ടു, ജിപ്സി വീണ്ടും അടുക്കുന്നു. പ്രതാപൻ റോഡിലൂടെ ഉരുണ്ടു. അയാൾ റോഡരികിലെ പോസ്റ്റിൽ അള്ളിപ്പിടിച്ചു. പിന്നെ കണ്ണുകൾ ചേർത്തടച്ചു. ജിപ്സി ഒരിക്കൽ കൂടി മുന്നോട്ട് കുതിച്ചു. ബെൻസ് റോഡിലൂടെ തെന്നി സൈഡിലേക്ക് നീങ്ങി. പിന്നെ റോഡരികിലെ പോസ്റ്റിൽ ഇടിച്ചു തിരിഞ്ഞു. പയസിന്റെ കണ്ണുകൾ ഇരുണ്ടു. റിച്ചാർഡ് ബെൻസിന്റെ ഡോർ ഒറ്റ ചവിട്ടിന് തെറിപ്പിച്ചു. പിന്നെ പുറത്തേക്ക് കുതിച്ചു. അയാളുടെ കയ്യിൽ റിവോൾവർ ഉണ്ടായിരുന്നു. അപ്പോൾ ജിപ്സി മുന്നോട്ട് കുതിക്കാൻ തയ്യാറെടുക്കുന്നത് അയാൾ കണ്ടു. റിച്ചാർഡ് ജിപ്സിയുടെ തകർന്ന ഫ്രണ്ട് ഗ്ലാസിലേക്ക് നേർക്ക് റിവോൾവർ നീട്ടി. പാർത്ഥനെ ഉന്നം വെച്ചു. റിവോൾവർ ശബ്ദിച്ചു. ജിപ്സിയുടെ ബാക്കിയുണ്ടായിരുന്ന ഫ്രണ്ട് ഗ്ലാസ് കഷ്ണങ്ങളായി ചിതറി. ജിപ്സി പെട്ടെന്ന് മുന്നോട്ട് കുതിച്ചു. തന്റെ നേരെയാണ് കുതിക്കുന്നതെന്ന് റിച്ചാർഡിന് മനസ്സിലായി. ഒരു നിമിഷം ജിപ്സി ഒരു മൂളലോടെ റിച്ചാർഡിന്റെ നേരെ പാഞ്ഞു വന്നു. ഒറ്റ കുതിക്ക് റിച്ചാർഡ് കാറിനുള്ളിലെത്തി. പയസിനെ തട്ടിമാറ്റി ഡ്രൈവിംഗ് സീറ്റിലിടുന്നു. റിച്ചാർഡ് അങ്ങനെ ചെയ്യുമെന്ന് പാർത്ഥൻ കരുതിയില്ല. റിച്ചാർഡിന് നേരെ കുതിച്ച ജിപ്സി ലക്ഷ്യം തെറ്റി പോസ്റ്റിലിടിച്ചു. ബെൻസ് കാർ അതിവേഗം ചീറിപ്പാഞ്ഞു. റോഡിൽ സാമാന്യം നല്ലൊരു ആൾക്കൂട്ടമുണ്ടായിരുന്നു. റോഡരികിൽ കിടന്നിരുന്ന പ്രതാപനെ പാർത്ഥൻ പകയോടെ നോക്കി. പെട്ടെന്ന് പിന്നിൽ പോലീസ് ജീപ്പുകളുടെ സൈറൺ കേട്ടു. പാർത്ഥൻ ശ്രദ്ധിച്ചു. അതിവേഗം കുതിച്ചു പാഞ്ഞു വരുന്ന 4 പോലീസ് ജീപ്പുകൾ. ചെവിക്കരികിൽ വീണ്ടും നഗരത്തിന്റെ മുഴക്കം. ആ മുഴക്കം തലയ്ക്കുള്ളിൽ പ്രകമ്പനമുണ്ടാക്കുന്നു. അതിനിടയിൽ ഒരു താക്കീത് പോലെ ദൃഢമായൊരു ശബ്ദം. ഇനി വേണ്ട. പാർത്ഥൻ പെട്ടെന്ന് ജിപ്സി പുറകോട്ടെടുത്തു. പിന്നെ അതിവേഗം മുന്നോട്ടും. അയാളുടെ കാലുകൾ ആക്സിലേറ്ററിൽ ആഞ്ഞമർന്നു. ജിപ്സി പാഞ്ഞു. പോലീസ് ജീപ്പുകൾക്ക് ജിപ്സിയുടെ അടുത്തെത്താൻ പോലും കഴിഞ്ഞില്ല. വയർലെസ്സിലൂടെ മെസ്സേജുകൾ പാഞ്ഞു വന്നു. റോഡിലൂടെ അലറി കുതിച്ച് പാഞ്ഞുകൊണ്ടിരുന്ന ജിപ്സിയെ തളയ്ക്കാൻ ആർക്കും കഴിഞ്ഞില്ല. കടലോരത്തെ ഹോട്ടലിലെ AC സ്യൂട്ടിൽ അസ്വസ്ഥനായി റിച്ചാർഡ് നിന്നു. അയാളുടെ നെറ്റിയിൽ സാമാന്യം വലിയൊരു ബാൻഡേജ് ഉണ്ടായിരുന്നു. ഡ്രസ്സിംഗ് ടേബിളിലെ വലിയ നീലക്കണ്ണാടിയിൽ റിച്ചാർഡ് തന്റെ രൂപം പ്രതിഫലിച്ചു കണ്ടു. അയാൾ പകയോടെ കണ്ണാടിയിലേക്ക് നോക്കി. അയാൾ റിവോൾവർ എടുത്ത് കണ്ണാടിക്ക് നേരെ ഉന്നം വെച്ചു. പെട്ടെന്ന് ഫോൺ ശബ്ദിച്ചു. റിച്ചാർഡ് റിസീവർ എടുത്തു. അങ്ങേ തലയ്ക്കൽ നിന്നൊരു പൊട്ടിച്ചിരി ഉയർന്നു. കൺഗ്രാറ്റുലേഷൻസ് മിസ്റ്റർ റിച്ചാർഡ്. തുടക്കം ഗംഭീരമായി. അറ്റ്ലീസ്റ്റ് നിങ്ങൾ അവനെ കണ്ടെത്തുകയെങ്കിലും ചെയ്തല്ലോ. നന്നായി. പയസ് എല്ലാം പറഞ്ഞു. ബെൻസിനെ ചൊല്ലി ഒരു ആദ്യം വേണ്ട. വിക്ടറിന് ഇനിയും കാറുകളുണ്ട്. എല്ലാ കാറുകളും തകർത്തോളൂ. പകരം എനിക്ക് ആ തകർന്ന ജിപ്സി കാണണം. അവന്റെ ശവം കാണണം. പ്രൊസീഡ് മിസ്റ്റർ റിച്ചാർഡ്. റിച്ചാർഡ് നേരിയ പതർച്ചയോടെ തിരക്കി. മിസ്റ്റർ പ്രതാപൻ, എല്ലാരും ഇവിടെ തന്നെയുണ്ട്. നിങ്ങളെ കാത്തിരിക്കുന്നു. കം ഫാസ്റ്റ്. പക്ഷേ നിങ്ങൾ ആദ്യം പരിചയപ്പെടേണ്ടത് എന്നെയല്ല, എന്റെ ഒരു ക്ലോസ് ഫ്രണ്ടിനെയാണ്, ഡോക്ടർ പരശു. റിച്ചാർഡ് ചിരിച്ചു. ക്ലോസ് ഫ്രണ്ട് ഡോക്ടർ പരശു? മനസ്സിലായി. അവൻ ഉടനെ എത്തും. ലഞ്ച് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ മിസ്റ്റർ വിക്ടർ, ഞാനിതാ വരുന്നു. അയാൾ ഫോൺ ക്രാഡിലേക്ക് എറിഞ്ഞു. വിക്ടർ റിച്ചാർഡിനെ കൗതുകപൂർവ്വം നോക്കി നിന്നു. പറഞ്ഞു കേട്ടപ്പോൾ ഇത്രയും ഉണ്ടെന്ന് കരുതിയില്ല. മിടുക്കൻ. കണ്ടാലേതോ കൗബോയ് ചിത്രത്തിൽ നിന്നും നേരിട്ടിറങ്ങി വന്നതുപോലെ ഉണ്ട്. വീൽ ചെയർ മെല്ലെ ചലിച്ചു. വിക്ടർ റിച്ചാർഡിനടുത്തേക്ക് വന്നു. റിച്ചാർഡ് അനങ്ങിയില്ല. വിക്ടർ ചിരിച്ചു. മേശയുടെ ഡ്രോ തുറക്കൂ. റിച്ചാർഡ് മേശ വലിപ്പ് തുറന്നു. അതിൽ ചെറിയൊരു ബ്രീഫ് കേസ് ഉണ്ടായിരുന്നു.
വിക്ടർ വീണ്ടും ചിരിച്ചു. ചെറിയൊരു അഡ്വാൻസ്. വിക്ടർ വാക്ക് പാലിച്ചിരിക്കും. റിച്ചാർഡ്, നീയും വാക്ക് പാലിക്കണം. കൊല്ലപ്പെടുന്നതിന് മുമ്പ് ഗോദവർമ്മ ഒരു ബ്രീഫ് കേസിനെ കുറിച്ച് പറഞ്ഞേ തീരൂ. പറയാതിരിക്കാൻ അയാൾ ആവുന്നതും ശ്രമിക്കും. പക്ഷേ പറയാതെ അയാൾ മരിക്കരുത്. റിച്ചാർഡ് ചിരിച്ചു. അയാളുടെ നാവിൽ നിന്ന് മാത്രമേ ചോര ഒഴുകാതിരിക്കൂ. ബ്രീഫ് കേസ് പുറത്തു വരാനുള്ളത് അവിടെ നിന്നാണല്ലോ. പിന്നെയുള്ളത് വിഷ്ണു. ഒരാഴ്ചയ്ക്കുള്ളിൽ അവൻ ആശുപത്രിയിൽ നിന്ന് പുറത്തു വരും. ബ്രീഫ് കേസിനെ കുറിച്ച് അവനും ചിലത് അറിയാതിരിക്കില്ല. റിച്ചാർഡ് പൊട്ടിച്ചിരിച്ചു. ഒരു കാലം ഇനിയും ബാക്കിയുണ്ടല്ലോ. എനിക്കത് ധാരാളം. പിന്നെ സുകന്യ. പുതിയൊരു വാർത്ത കൂടി കളക്ട് ചെയ്തിട്ടുണ്ട്. സുകന്യ വിഷ്ണുവിന്റെ കാമുകിയാണ്. അപ്പോൾ വിഷ്ണു പോകുന്നിടത്തേക്ക് തന്നെ അവളെ അയക്കേണ്ടതുണ്ട്. വിക്ടർ റിച്ചാർഡിനെ തറച്ചു നോക്കി. അയാളുടെ ചങ്കൂറ്റം വിക്ടറിന് ഇഷ്ടമായി. പ്രധാന കഥാപാത്രത്തെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു, ആ ജിപ്സി. റിച്ചാർഡ് സിഗരറ്റ് ആഞ്ഞു വലിച്ചു. അവൻ ഇനിയും വരും. അവസാന യാത്രയ്ക്ക് തയ്യാറായിക്കൊണ്ട്. ജീവനോടെ വേണോ ശവമായിട്ട് വേണോ? വിക്ടർ ചിരിച്ചു. ജീവനോടെ തൊലിയുരിച്ചാൽ നിങ്ങളുടെ പ്രതിഫലം കൂടും. ശവമായിട്ട് കിട്ടിയാൽ പറഞ്ഞ തുക മാത്രമേ കിട്ടൂ. റിച്ചാർഡ് പൊട്ടിച്ചിരിച്ചു. സുഭാഷ് പാർക്കിലെ കൽബെഞ്ചിൽ അവരിരുന്നു. സുജാതയും സുകന്യയും. പാർക്കിൽ സാമാന്യം നല്ല തിരക്കുണ്ടായിരുന്നു. കുട്ടികളെ കളിക്കാൻ വിട്ടിട്ട് അച്ഛനമ്മമാർ സ്വകാര്യം പറയുന്ന നിമിഷങ്ങൾ. സുജാത സുകന്യയെ തറച്ചു നോക്കി. സുകന്യയുടെ മുഖം വിളറിയിരുന്നു. അവൾ പിറുപിറുത്തു. വിഷ്ണുവേട്ടനും എന്നെ വേണ്ടാന്നായി. ജയ്പൂർക്ക് പോകുന്നതിന് മുമ്പ് എന്നെ ഒന്ന് കാണാൻ പോലും ആവശ്യപ്പെട്ടില്ല. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? സുജാത അവളുടെ കയ്യിൽ മൃദുവായി കൈയമർത്തി. എന്റെ പെണ്ണെ, നിനക്ക് തോന്നുന്നുണ്ടോ ഏട്ടൻ അത്ര എളുപ്പം നിന്നെ മറക്കാനാവുമെന്ന്? പിന്നെന്തേ വിഷ്ണുവേട്ടൻ എന്നിൽ നിന്ന് അകലാൻ ശ്രമിക്കുന്നു? നീ പറഞ്ഞിട്ടാ ഞാൻ ആശുപത്രിയിലേക്ക് പോകാതിരുന്നത്. എന്നിട്ടൊടുവിൽ സുകന്യ വിങ്ങിപ്പൊട്ടി. നോക്ക്, ഏട്ടൻ ഉടനെ മടങ്ങി വരും. ജയ്പൂർ കാലുകളെക്കുറിച്ച് കേട്ടിട്ടില്ലേ? നമ്മൾ ഒന്നിച്ചല്ലേ മയൂരി എന്ന സിനിമ കണ്ടത്? അതുപോലെ ഏട്ടനും ജീവിതത്തിലേക്ക് തിരിച്ചു വരും. എന്നിട്ട് നിന്നെ വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരും. എന്റെ ഏട്ടത്തിയമ്മയാവൻ. അവിടെ സ്വർഗത്തിലെ കട്ടുറുമ്പായി ഈ സുജാത എപ്പോഴും ഉണ്ടാവും. എന്താ? സുകന്യ മെല്ലെ മുഖമുയർത്തി. ആ കണ്ണുകൾ നനഞ്ഞിരുന്നു. സുജാത ചിരിച്ചു. ഏട്ടൻ പറയാറുള്ളത് ശരിയാ. തൊട്ടാ വാടി പെണ്ണ്. എന്തു പറഞ്ഞാലും കരയെന്ന് സുകന്യ പെണ്ണ്. ഒഴിഞ്ഞു മാറി ഇവിടെ വന്നിരുന്നത് തന്നെ നിന്റെ മുഖം ഒന്ന് തെളിഞ്ഞു കാണാനാ. സുകന്യ മന്ത്രിച്ചു. എനിക്ക് ആ ഭാഗ്യം കിട്ടുമെന്ന് തോന്നുന്നില്ല. വിഷ്ണുവേട്ടൻ തിരിച്ചു വരുന്നതിന് മുമ്പ് ഒരു പക്ഷേ അവരെന്നെ. അവൾ നിർത്തി. അവരോ? ആരാണത്? അമ്മയ്ക്ക് എന്തൊക്കെയോ അറിയാം. പക്ഷേ പറയാൻ ഭയമാണ്. അമ്മ ഒരു വിക്ടറിനെ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. അയാളെ ഞാൻ കണ്ടു. 2 കാലുകൾ നഷ്ടപ്പെട്ട വിക്ടർ. പക്ഷേ അയാളുടെ കണ്ണുകൾക്ക് വാൾമുനയുടെ മൂർച്ചയുണ്ടായിരുന്നു. സുകന്യ നിർത്തി. സുജാത ഒരക്ഷരം പോലും മിണ്ടാതെ അവളെ തറച്ചു നോക്കി. അമ്മ കുറെയൊക്കെ സൂചിപ്പിച്ചു. അച്ഛനാണത്രേ അയാളുടെ കാലുകൾ മുറിച്ചു മാറ്റിയത്. അച്ഛൻ ഇപ്പോഴും എവിടെയോ ജീവനോടുണ്ട്. ആ സ്ഥലം അമ്മയ്ക്ക് അറിയാമെന്ന് അയാൾ കരുതുന്നു. അമ്മ അത് പറഞ്ഞില്ലെങ്കിൽ. സുകന്യ നിർത്തി. സുജാത ഒന്നും മനസ്സിലാവാതെ അവളെ തന്നെ നോക്കിയിരുന്നു. സുകന്യ വിതുമ്പി. അമ്മ അത് പറഞ്ഞില്ലെങ്കിൽ അവരെന്നെ കൊണ്ടുപോകും. എന്നിട്ട് എന്തുകൊണ്ട് നീ ഇതൊന്നും നേരത്തെ പറഞ്ഞില്ല? വിഷ്ണുവേട്ടനോടെങ്കിലും പറയാമായിരുന്നില്ലേ? നീ അറിയാതെ വിഷ്ണുവേട്ടനെ കാണാൻ ഞാൻ ഒരിക്കൽ പോയിരുന്നു. അച്ഛന്റെ ഒരു കത്തുമായി. ഹോസ്പിറ്റലിൽ വെച്ച് ഒരാൾ എന്നെ ബലമായി പിടിച്ച് കാറിൽ കയറ്റി. അയാളെ എനിക്കറിയില്ല. തൊട്ടു പിന്നാലെ ഒരു മാരുതി ജിപ്സിയിൽ ഒരാൾ പാഞ്ഞു വന്നു. എന്നെ തട്ടിക്കൊണ്ടുപോയ ആളെ കൊലപ്പെടുത്തിയിട്ട് അയാൾ എന്റെ വാനിറ്റി ബാഗ് തട്ടിയെടുത്തു. അച്ഛൻ വിഷ്ണുവേട്ടന് കൊടുക്കാൻ ഏൽപ്പിച്ച രേഖകൾ ആ ബാഗിനകത്തായിരുന്നു. സുകന്യ കണ്ണുകൾ അടച്ചു. അവൾ വിറയ്ക്കുന്നത് സുജാത കണ്ടു. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നീ എല്ലാം എന്നിൽ നിന്നും മറച്ചു വെച്ചു. വിഷ്ണുവേട്ടനോടെങ്കിലും എല്ലാം പറയേണ്ടതായിരുന്നില്ലേ? മുള ചിന്തിയതുപോലെ സുകന്യ കരഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയാതെ സുജാത പതറി നിന്നു. ഒടുവിൽ അവൾ ഒരു തീരുമാനത്തിലെത്തി. ഒറ്റപ്പാലത്ത് എന്റെ ഒരു കൂട്ടുകാരിയുണ്ട്. അവൾ എന്റെ കോളേജിലാണ് പഠിച്ചിരുന്നത്. കാര്യങ്ങൾ അറിയുമ്പോൾ അവൾ സഹായിക്കാതിരിക്കില്ല. നീയും അമ്മയും വിഷ്ണുവേട്ടൻ വരുന്നത് വരെ അവളുടെ വീട്ടിൽ പോയി താമസിക്കണം. അഡ്രസ് എന്റെ കയ്യിലുണ്ട്. സുകന്യ ഒന്നും മിണ്ടിയില്ല. ഇപ്പോൾ ഈ ഒരു വഴി മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. വിക്ടറും കൂട്ടരും അത്ര പെട്ടെന്നൊന്നും നിന്നെ തേടി ഒറ്റപ്പാലത്ത് വരില്ല. സുസ്മിതയെ നിനക്കും ഇഷ്ടപ്പെടാതിരിക്കില്ല. ഭാരതപ്പുഴയുടെ തീരത്തിരുന്ന് നിനക്ക് വിഷ്ണുവേട്ടനെ കാണുകയും ആവാം. എന്താ? സുകന്യ മെല്ലെ തലയാട്ടി. അവർ എഴുന്നേറ്റു. ഡോക്ടർ പരശുറാം കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും കടന്നു. കണ്ണുകൾ അടച്ചാൽ തെളിയുന്നത് ഒരു മുഖം മാത്രമാണ്. റിച്ചാർഡിന്റെ മുഖം. എന്തിനാണ് അയാളെ താൻ ഇത്രയൊക്കെ ഭയപ്പെടുന്നത്? ബോംബെയിൽ നിന്ന് അയാളെ വാടകയ്ക്ക് എടുത്തിരിക്കുന്നത് വിക്ടറാണ്. ഗോദവർമ്മയും വിഷ്ണുവിനെയും
ജിപ്സിയിലെ യാത്രക്കാരനെ വകവരുത്തുകയാണ് അയാളുടെ ലക്ഷ്യം. പക്ഷേ അയാളുടെ കണ്ണുകൾ പലപ്പോഴും തന്റെ മുഖത്ത് തന്നെയാണ് തറഞ്ഞു നിന്നിരിക്കുന്നത്. ശേഖരനെയും പ്രതാപനെയും അയാൾ അതുപോലെ ചുഴിഞ്ഞു നോക്കിയിരുന്നില്ലല്ലോ. ഡോക്ടർ മെല്ലെ എഴുന്നേറ്റു. ഈ രാത്രി ഇനി ഉറങ്ങാനാവുമെന്ന് തോന്നുന്നില്ല. വിക്ടറുടെ ചലനങ്ങളിൽ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടായിരുന്നോ? ഇപ്പോൾ തോന്നുന്നു ഒന്നും വേണ്ടായിരുന്നു. ഒന്നും. പണം മോഹിച്ച് എന്തൊക്കെയോ ചെയ്തുപോയി. വിക്ടർ പണം കൊണ്ട് മൂടിയപ്പോൾ തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് വഴുതി വീണു. വിക്ടർ പലപ്പോഴും നിയമത്തിന്റെ ഊരാക്കുടുക്കുകളിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുള്ളത് തന്റെ റിപ്പോർട്ടുകളുടെ ബലത്തിലല്ലേ? എത്രയെത്ര കൊലപാതകങ്ങൾ ആത്മഹത്യകളാക്കി മാറ്റി എഴുതി. FIRൽ ലൂപ്പ് ഹോൾസ് ഉണ്ടാക്കാൻ ശേഖരനുണ്ടായിരുന്നു. നിയമം തല നാരിഴ കീറി വ്യാഖ്യാനിക്കാൻ പ്രതാപനുണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ തന്റെ പേനയുടെ തുമ്പിൽ നിന്ന് ഊർന്നു വീണപ്പോഴൊക്കെ വിക്ടർ രക്ഷപ്പെട്ടു. ഒന്നും വേണ്ടായിരുന്നു. ഈ പ്രൊഫഷനെ വഞ്ചിക്കാതെ ഓണസ്റ്റായി ജീവിക്കാമായിരുന്നു. തനിക്ക് എവിടെയാണ് പിഴച്ചത്? ഡോക്ടർ അലമാരി തുറന്നു വിസ്കി കുപ്പി പുറത്തെടുത്തു. അസ്വസ്ഥമായ മനസ്സിന് ഏറ്റവും പറ്റിയ ഒന്നാണ് വിസ്കി. അയാൾ കുപ്പി തുറന്നു. എല്ലാം തന്റെ തോന്നലുകൾ മാത്രമായിരിക്കും. ഇത്രയും കാലം ഒന്നിച്ചുണ്ടായിരുന്ന തന്നെ തുടച്ചു നീക്കാൻ വിക്ടറിനാവില്ല. ഈ 20 വർഷവും രഹസ്യങ്ങളെല്ലാം ഉള്ളിന്റെ ഉള്ളിൽ കൂറ്റൻ താഴിട്ട് പൂട്ടുവെച്ചിട്ടുണ്ട് താൻ. പുറത്ത് കോളിംഗ് ബെൽസ് ശബ്ദിച്ചു. പരശു നടുങ്ങിത്തെറിച്ചു. ആരാണ് ഈ നേരത്ത്? അയാൾ വിറയ്ക്കുന്ന കാലുകളോടെ ഡോറിന് നേരെ നടന്നു. പീപ്പിംഗ് ഹോളിലൂടെ പുറത്തേക്ക് നോക്കി. പുറത്താരെയും കണ്ടില്ല. ഡോക്ടർ ഡോർ തുറന്നു. പുറത്ത് കട്ട പിടിച്ച ഇരുട്ട്. ആ ഇരുട്ടിൽ മറ്റൊരു ഇരുട്ട് പോലെ റിച്ചാർഡ് നിന്നിരുന്നു. ഡോക്ടർ ഞെട്ടി പിന്നോട്ട് മാറി. റിച്ചാർഡ് ചിരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. ഹലോ ഡോക്ടർ, ഇതുവരെ ഉറങ്ങിയില്ലേ? ഡോക്ടർ മിണ്ടിയില്ല. റിച്ചാർഡ് അകത്ത് കടന്നു. ആ വാതിലടച്ചേക്ക് ഡോക്ടർ, എനിക്കല്പം സംസാരിക്കാനുണ്ട്. സ്ട്രിക്ട്ലി കോൺഫിഡൻഷ്യൽ. ഡോക്ടർ വാതിലടച്ചു. വിക്ടർ ഉറങ്ങിയിട്ടില്ല ഇതുവരെ. ഒരു പ്രധാനപ്പെട്ട മെസ്സേജ് കാത്തിരിക്കുകയാണ് അയാൾ. 1/2 മണിക്കൂർ കഴിഞ്ഞാൽ ഇവിടെ തന്നെ വിളിക്കാലോ. റിച്ചാർഡ് സ്വീകരണ മുറിയിലേക്ക് നടന്നു. മേശപ്പുറത്തെ വിസ്കി കുപ്പി കണ്ട് അയാൾ ചിരിച്ചു. ഒറ്റയ്ക്ക് ഒരിക്കലും മദ്യപിക്കരുത് ഡോക്ടർ, അതൊരു ശീലമായി മാറിപ്പോകും. വിഷമിക്കൊന്നും വേണ്ട, ഞാൻ കമ്പനി തരാം. അയാൾ സെറ്റിയിലിരുന്നു. വിസ്കി ഗ്ലാസുകളിലേക്ക് പകർന്നു. എനിക്ക് ഈ സോഡ തീരെ പറ്റില്ല. ചിയേഴ്സ്. അയാൾ ഗ്ലാസ് അങ്ങനെ തന്നെ വായിലേക്ക് കമിഴ്ത്തി. ഡോക്ടർ ഭയത്തോടെ അത് നോക്കി നിന്നു. ഡോക്ടർമാരോട് എനിക്ക് വലിയ ബഹുമാനമാണ്. നിങ്ങൾ ജീവൻ കൊടുക്കുന്നു, ഞാൻ ജീവൻ എടുക്കുന്നു. അതാണ് നമ്മൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസം. നിങ്ങൾ സിസേറിയൻ ചെയ്യുമ്പോൾ രോഗി മരിക്കാനുള്ള സാധ്യത 5% ഉള്ളൂ. ഈ റിച്ചാർഡിന്റെ സിസേറിയനിൽ ഒരാളും രക്ഷപ്പെട്ട ചരിത്രമില്ല. റിച്ചാർഡ് പൊട്ടിച്ചിരിച്ചു. ഭയം കൊണ്ട് ഡോക്ടർ പരശുവിന്റെ കണ്ണുകളിൽ ഉരുണ്ടുരുണ്ടു വന്നു. നിങ്ങൾക്ക് ഹ്യൂമർ സെൻസ് ഇല്ലെന്ന് വിക്ടർ പറഞ്ഞിരുന്നു. തമാശ കേട്ടാൽ ചിരിക്കാത്തവരെ അപ്പോൾ തന്നെ ഷൂട്ട് ചെയ്യണമെന്ന അയാളുടെ തിയറി. ഞാനും ഏതാണ്ട് അതേ അഭിപ്രായക്കാരനാണ്. ഡോക്ടറുടെ കാലുകൾ തളർന്നു. അയാൾ സെറ്റിയിലേക്ക് വീണു. റിച്ചാർഡിന്റെ മുഖത്ത് യാതൊരു ഭാവഭേദവും ഉണ്ടായില്ല. ഒരു വാടക കൊലയാളി സെന്റിമെന്റൽ ആകാനേ പാടില്ല. ഐ എം സോറി ഡോക്ടർ. ഡോക്ടർ പരശുറാം മരിച്ചു കാണാൻ ഇപ്പോൾ വിക്ടർ ആഗ്രഹിക്കുന്നു. ആ മെസ്സേജാണ് അയാൾ കാത്തിരിക്കുന്നത്. എന്നെ ബോംബെയിൽ നിന്ന് വരുത്തിയത് അയാളാണ്. അയാളോട് ഞാൻ 100% സിൻസിയർ ആയേ തീരൂ. 10:30 എനിക്ക് മെസ്സേജ് പാസ് ചെയ്യേണ്ടത്. ഫോണിൽ വിക്ടറെ ബന്ധപ്പെടാൻ നിങ്ങൾക്ക് സമയമുണ്ട്. റിച്ചാർഡ് കോട്ടിന്റെ പോക്കറ്റിൽ നിന്നും കറുത്ത ഗ്ലൗസ് കയ്യിലെടുത്തു. ഡോക്ടർ ഒരു കുതിപ്പോടെ ഫോണിന് നേരെ ഓടി. കൗതുകത്തോടെ റിച്ചാർഡ് അത് നോക്കി നിന്നു. ഡോക്ടർ വിറയ്ക്കുന്ന കൈകളോടെ ഡയൽ തിരിക്കുന്നത് നേരിയ പുഞ്ചിരിയോടെ അയാൾ ശ്രദ്ധിച്ചു. റിച്ചാർഡ് കൈകളിൽ ഗ്ലൗസ് ധരിച്ചു. റിസീവർ എടുത്ത് നടുങ്ങി നിന്നിരുന്ന ഡോക്ടറുടെ മുഖഭാവം റിച്ചാർഡ് ശ്രദ്ധിച്ചതേയില്ല. ഡോക്ടർ ഒരു വിതുമ്പലോടെ തിരക്കി. വിക്ടർ, ഞാൻ പരശു. റിച്ചാർഡ് എവിടെയുണ്ട്? അയാൾ എന്തൊക്കെയോ പറയുന്നു. പ്ലീസ് വിക്ടർ, അരുതെന്ന് പറയൂ. എനിക്ക് ഇനിയും ജീവിക്കണം. ഡോക്ടർ പൊട്ടിക്കരഞ്ഞു. റിച്ചാർഡ് അത് ശ്രദ്ധിച്ചതേയില്ല. ടീപ്പോയിൽ നിന്നും വിസ്കി കുപ്പിയെടുത്ത് അയാൾ വായിലേക്ക് കമിഴ്ത്തി. ഡോക്ടർ അപ്പോഴും ഫോണിലൂടെ ഭ്രാന്ത് പിടിച്ച മാതിരി എന്തൊക്കെയോ പുലമ്പുന്നുണ്ടായിരുന്നു. റിച്ചാർഡ് വാച്ചിൽ നോക്കി. മണി 10:30 അടുക്കുന്നു. അയാൾ കാത്തുനിന്നു. ക്ലോക്കിൽ മണി 1 അടിച്ചു. റിച്ചാർഡ് മുന്നോട്ട് നടന്നു. ഡോക്ടറുടെ കയ്യിൽ നിന്നും റിസീവർ വാങ്ങി മെല്ലെ പറഞ്ഞു. ഐ എം സോറി ഡോക്ടർ, റിയലി സോറി. ടെലിഫോൺ വയർ ഡോക്ടറുടെ കഴുത്തിൽ ചുറ്റി പിണഞ്ഞു. ഒരു പാമ്പിനെ പോലെ അത് അവിടെ കിടന്ന് പൊളഞ്ഞു. അതൊരു കുരുക്കായി മാറി. റിച്ചാർഡ്
അപ്പോഴും ചിരിക്കുകയായിരുന്നു. ആസുരം എന്ന നോവലിന്റെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ നോവൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്